കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എന്നെ കാണുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. തുടർച്ചയായിട്ട് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ധാരാളം പേർ ഇത് അനുഗ്രഹമാണെന്നും നിരന്തരമായി ഇത് കാണുകയും ചെയ്യുന്നു എന്നറിയിക്കുമ്പോൾ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നുന്നു. അനേകം ആളുകൾക്ക് ഇത് അനുഗ്രഹവും സന്തോഷവുമായി മാറുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ നാളുകളിൽ ഈ ശുശ്രൂഷകൾ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ചെയ്തു തരുന്നത്. നിശ്ചയമായും ധാരാളം ആളുകളുടെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ശുശ്രൂഷകൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീർന്നത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഷാലോം ടൈം എന്നുള്ള ഈ പ്രോഗ്രാം ധാരാളം ആളുകൾക്ക് ഇനിയും അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ദൈവമക്കൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ സന്നദ്ധരായി ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ കൈകോർത്ത് ഞാനും ഷീജയും പ്രാർത്ഥിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഭൂമി രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നൽകാം എന്നുള്ള ദൈവത്തിൻ്റെ വചനം അത് ഈ നാളുകളിൽ അന്വർത്ഥമായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കത് അനുഗ്രഹവും വിടുതലുമായി മാറും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വരട്ടെ. നാം ഈ നാളുകളിൽ ചിന്തിക്കുന്ന വിഷയം ദൈവസഭ എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡ് വരെ ദൈവസഭയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന ആടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആടുകളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല വേദപുസ്തകം. ആടുകളുടെ ഒരു നല്ല ഇടയനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ സാത്താന് തകർക്കാൻ കഴിയാത്ത ദൈവസഭയ്ക്ക് ഒരു നല്ല ഇടയനുണ്ട്. ദൈവവചനം നാം പരിശോധിക്കുമ്പോൾ ദാവീദ് ഇപ്രകാരം പാടുകയുണ്ടായി. 23-ാം സങ്കീർത്തനം സാധാരണയായി ഏത് കുഞ്ഞുങ്ങൾക്ക് വരെയും പരിചിതമായ ഒരു സങ്കീർത്തനമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുകയുണ്ടായി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ 3 തരത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഇടയനായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ 3 ക്വാളിറ്റീസ് യേശു ക്രിസ്തുവിനുള്ളതായിട്ട് നമുക്ക് പരിചയപ്പെടുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുകയുണ്ടായി. ആ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, അതിന്റെ 3-ാം വാക്യത്തിൽ കർത്താവ് പറയുകയുണ്ടായി, ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുകയുണ്ടായി. രണ്ടാമതായിട്ട് 1 പത്രോസ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠ ഇടയനായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിനെ വലിയ ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആടുകളാകുന്ന വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ഒരു വസ്തുത, നമ്മൾ ആരും അനാഥരല്ല. നമ്മളെല്ലാവരും ആടുകളായി ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കൊരു ഇടയവനുണ്ട്, നമുക്കൊരു നല്ല ഇടയനുണ്ട്, നമുക്കൊരു നല്ല യജമാനനുണ്ട്, നമുക്ക് വേണ്ടി മുതൽ മുടക്കിയ ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനാഥരായി ജീവിക്കേണ്ട കാര്യമില്ല. ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ വരാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ ഒന്നും നമ്മൾ വേവലാതിപ്പെട്ട് നിരാശ കൊണ്ട് ജീവിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു ആകുന്ന നല്ല ഇടയൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ലോകത്തിലേക്ക് വന്ന നല്ല ഇടയൻ നമ്മളെ നടത്തുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇടയനോടനുബന്ധിച്ച് തുടർന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എന്നാൽ ഈ നാളുകളിൽ ധാരാളം ആളുകൾ കുഴഞ്ഞവരായി ചിഹ്നവരായി കാണുമ്പോൾ, പുരുഷാരത്തെ ചിഹ്നവരായി കൊഴിഞ്ഞവരായി കണ്ടപ്പോൾ അവരിൽ മനസ്സലിഞ്ഞ ഒരു നല്ല ഇടയനുണ്ട്. നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ളവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു, കുഴഞ്ഞവരെ കണ്ടപ്പോൾ, ചിഹ്നവരെ
കണ്ടപ്പോൾ, അഥവാ രോഗികളെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു എന്ന് പറയുന്ന പല ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, കുഴഞ്ഞവരെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിയുകയാണ്, കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിയുകയാണ്, ശിഷ്യന്മാരെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിയുകയാണ്, രോഗികളെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിയുകയാണ്, ഭക്ഷണമില്ലാതെ കുഴഞ്ഞതായ ആളുകളെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിയുകയാണ്. അതുപോലെ തന്നെ യായിറോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കർത്താവ് മനസ്സലിയുകയാണ്. നയീൻ പട്ടണത്തിലെ വിധവയെ കണ്ടപ്പോൾ ആ വേർപാടിന്റെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് നിൽക്കുന്ന ആ വിധവയെ കണ്ടപ്പോൾ അവളിൽ മനസ്സലിയുകയാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സലിയുള്ള ഒരു നല്ല ഇടയനുള്ളപ്പോൾ നമ്മൾ ആരും ഇവിടെ വേവലാതിപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളിൽ മനസ്സലിയുന്ന ഒരു നല്ല ഇടയനെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നെ പറയുകയാണ്, ലോകത്തിലെ ആർക്കും തന്നെ പറയാൻ കഴിയാത്ത ഒരു കാര്യം ലോകത്തോട് കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല ഇടയൻ ഉള്ള കാലത്തോളം നിങ്ങൾ ഇങ്ങനെ പരാതിപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിരാശയിൽ ജീവിക്കേണ്ട കാര്യമില്ല. നല്ല ഇടയൻ നമുക്കുള്ള കാലത്തോളം നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചോ നിങ്ങളുടെ പാർപ്പിടത്തെക്കുറിച്ചോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ആടാണെങ്കിൽ അവന്റെ ആടായി മാറിയെങ്കിൽ അവൻ ഇതെല്ലാം തരാൻ മതിയായവനായ ഇടയനാകണ്. ആ നല്ല അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ മതിയായ ഒരു ഇടയനായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നല്ല ഇടയൻ എന്താണ് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ അവിടെ കാണാൻ കഴിയുന്നു, ജീസസ് ഈസ് ഗുഡ് ഷെപ്പേർഡ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഹി ഗിവ്സ് ഹിസ് ലൈഫ് ടു ദ ഷീപ്പ് എന്ന് വായിക്കുവാൻ കഴിയുന്നു. അതായത് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു ഇടയനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല ഇടയനായി ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു ലോകത്തോട് പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. ആ നല്ല ഇടയന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് എ ഷെപ്പേർഡ് ഈസ് ഹി ഗീവ്സ് ഹിസ് ലൈഫ് ടു ദി ഷീപ്പ് എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. അതായത് അവരുടെ ജീവിതത്തിന് വേണ്ടി, ആ ആടിന്റെ ജീവിതത്തിന് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കാൻ മനസ്സുള്ള ഒരു ഇടയനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ജീവൻ കൊടുക്കുന്ന ഇടയൻ, ജീവനെ കൊടുക്കുന്ന ഇടയൻ, ലോകത്തിൽ അങ്ങനെ ആർക്കെങ്കിലും, ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കോ ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണോ? എന്നാൽ യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. മർക്കോസ് 10:45 വാക്യം വായിക്കുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല കർത്താവ് വന്നിരിക്കുന്നത്, പിന്നെയോ ശുശ്രൂഷിക്കാനാണ് വന്നിരിക്കുന്നത്. അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ജീവൻ കൊടുക്കുവാൻ അവന് താല്പര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ജീവൻ പ്രാപിപ്പാൻ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല എന്ന് കർത്താവ് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ജീവൻ കൊടുക്കുന്ന ഒരു ഇടയനാണ്. ഞാനിപ്പോഴും പറയാറുണ്ട്, ജീവിതം കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, സമയം കൊടുക്കണം. ഇതെല്ലാം കൊടുത്തെങ്കിലേ ഒരു ഇടയന് ആടുകളെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു ഉദാഹരണമായി കാണാൻ കഴിയുന്നത് യാക്കോബിന്റെ ജീവിതമാണ്. യാക്കോബിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നിങ്ങൾ സാവകാശം വായിച്ചു നോക്കണം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യാക്കോബ് തന്റെ അമ്മായിയപ്പനായ ലാബാന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. ലാബാന്റെ ഭവനത്തിൽ 20 സംവത്സരം താൻ സേവ ചെയ്തതായിട്ട് വായിക്കാൻ കഴിയുന്നു. 20 സംവത്സരത്തെ സേവ, ആദ്യത്തെ ഭാര്യയായ ലേയയ്ക്ക് വേണ്ടി 7 സംവത്സരവും, രണ്ടാമത് റാഹേലിന് വേണ്ടി 7 സംവത്സരവും, പിന്നീട് ഒരു 6 സംവത്സരവും, അങ്ങനെ ആകെ നമ്മൾക്ക് 20 സംവത്സരം ഈ യാക്കോബ്
പദ്ദൻഅരാമിൽ ലാബാന്റെ ഭവനത്തിൽ പാർക്കുകയും വേല ചെയ്യുകയും ചെയ്യുന്നു. അവൻ എന്തായിരുന്നു ജോലി? അവൻ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. ആ ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞ ഒരു കാര്യം, അവസാനമായപ്പോൾ അവന്റെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട്, നീ നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും നിന്റെ പിതൃഭവനത്തിലേക്കും പോക എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവൻ പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന ചില വാക്കുകൾ, ലാബാനോട് പറയുന്ന ചില വാക്കുകൾ നമുക്ക് 29-ാം വാക്യം മുതൽ കാണാൻ കഴിയും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ പറയുന്നു, അവൻ പകൽ വെയിൽ കൊണ്ടും രാത്രിയിലെ മഞ്ഞുകൊണ്ടും അവന് അങ്ങനെ ക്ഷീണിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതിന് 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നു. അവൻ പറയുകയാണ്, ഞാനിങ്ങനെ പകലത്തെ വെയിൽ കൊണ്ടു രാത്രിയിലെ മഞ്ഞു കൊണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ആടുകൾ നല്ലതായി വളരണമെന്നുണ്ടെങ്കിൽ, നല്ല ഒരു ആട്ടിൻകൂട്ടം വേണമെന്നുണ്ടെങ്കിൽ പകൽ വെയിൽ കൊണ്ട് അധ്വാനിക്കണം, രാത്രിയിൽ മഞ്ഞ് കൊള്ളേണ്ടതായിട്ടിരിക്കുന്നു. നമുക്കറിയാം, കർത്താവിന്റെ ജനനത്തിന്റെ സമയത്ത് രാത്രിയിൽ ഇടയന്മാർ അവരിതാ രാത്രിയിൽ അവിടെ വെളിയിൽ കാവൽ ചെയ്തുകൊണ്ട് ആടുകളെ കാവൽ ചെയ്തുകൊണ്ട് കിടക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നു. ഇതുപോലെ രാത്രിയിൽ പകലും അവര് വളരെയധികം അതിനുവേണ്ടി ശ്രദ്ധയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ ആട്ടിൻകൂട്ടം വളരുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ രാവും പകലും നമുക്ക് വേണ്ടി നല്ല ഇടയനായി കർത്താവുണ്ട്. എന്നാൽ അതിനോടനുബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലയോ ദൈവദാസ, നിങ്ങളുടെ സഭ വളരണമെന്നുണ്ടെങ്കിൽ പകലുള്ള ഒരു അത്യുദ്ധാനം അതിന്റെ പിന്നിൽ ആവശ്യമാണ്. ഒരു സഭയും ഒരു സ്ഥലത്ത് പെട്ടെന്ന് അങ്ങനെ ഉളവായി വരികയില്ല. പിന്നെയോ അതിന്റെ പിന്നിൽ ആ ദൈവദാസന്റെ കഠിനമായ അത്യധ്വാനമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നിരാശയോടുകൂടെ, എന്തിനാണ് ദൈവമേ ഞാൻ പരമാർത്ഥമായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് നിരാശയോടെ ഇരിക്കുന്ന അല്ലയോ ദൈവദാസ, അങ്ങയോടാണ് ഇന്നത്തെ ദൂത്. അങ്ങ് ഒരിക്കലും നിരാശയോടുകൂടെ ഈ ശുശ്രൂഷയിൽ നിന്ന് ഉള്ളുകൊണ്ട് പിൻവലിഞ്ഞ് നിൽക്കരുത്. ദൈവത്തിന്റെ വേല, ആട്ടിൻകൂട്ടത്തെ സംരക്ഷിച്ചു കൊള്ളുവാൻ വേണ്ടി ദൈവം താങ്കളെ വിളിച്ചിരിക്കുന്നു. നിശ്ചയമായി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിനുള്ള പ്രതിഫലവും പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, യാക്കോബ് പറയുന്നു, പകൽ വെയിൽ കൊണ്ടു രാത്രിയിൽ മഞ്ഞ് കൊണ്ടായിരുന്നു എന്റെ ജീവിതം എന്ന് പറയുന്നു. 40-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഒരു ഇടയനായ യാക്കോബ് താൻ പറയുകയാണ്, ഞാൻ ഉറക്കളച്ചു, ഞാൻ ഉറക്കമില്ലാതെയായി. കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് വന്നിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാർ, ആത്മഭാരമുള്ള ദൈവത്തിന്റെ ദാസന്മാർക്കറിയാം, അവർ രാത്രിയിൽ സ്വസ്ഥമായി അവർ കിടന്ന് മുഴുവനായി ജഡത്തിൽ അവർക്ക് ഉറങ്ങിപ്പോകാനായി കഴിയില്ല. കാരണം ആത്മാവിൽ ആത്മഭാരമുള്ള ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ യാമങ്ങളിൽ ആടുകളെ കുറിച്ചുള്ള ഭാരപ്പെടുന്ന വേദന അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് അവരുടെ വേദന തങ്ങളുടെ വേദനയായി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഇടയന്മാർ ഇന്ന് ഉണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് നമുക്ക് അല്ലയോ ദൈവത്തിന്റെ ദാസന്മാരെ, നമുക്ക് ഉറക്കിളപ്പ് ഒരുപക്ഷെ ഉണ്ടാകാം. കർത്താവ് നമുക്ക് വേണ്ടി നല്ല ഇടയനായി ഉറക്കളച്ച് കാത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അടുത്തതായിട്ട് നമുക്കൊരു നല്ല ഇടയനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നത് ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഇടയൻ എന്താണ് ചെയ്യുന്നത്? സിംഹത്തിന്റെ വായിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ വലിച്ചെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സിംഹത്തിന് വായിൽ നിന്ന് വലിച്ചെടുക്കുവാനായി ഒരു ഇടയൻ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ദാവീദിന്റെ കാര്യം തന്നെ അതിന് ഉദാഹരണമായി പരിശോധിക്കാം. ദാവീദ് നമുക്ക് ഒരു നല്ല ഉദാഹരണമാണ്. അവൻ ഗോലിയാത്തിന് മുമ്പിലേക്ക് ചെല്ലുന്നതിന് മുൻപേ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പന്റെ ആടുകളെ മേയിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ഒരു സിംഹവും ഒരു കരടിയും ഒരു നാളിൽ എൻ്റെ നേരെ പാഞ്ഞു വന്നു. അവന് ആ സിംഹത്തെ കണ്ടുകൊണ്ട് ഭയന്നില്ല, ആ കരടിയെ കണ്ടുകൊണ്ട് അവൻ ഭയന്നില്ല. പിന്നെയോ അവൻ അതിനെ വലിച്ച് കീറിയതായിട്ട് വായിക്കുന്നു, അവൻ അതിനോട് പോരാടിയതായി വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല
നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും പറിച്ച് കീറപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയിൽ ആട്ടിൻകുട്ടികളാകുന്ന നമ്മള് അവന്റെ വായിലേക്ക്, സിംഹമാകുന്ന സാത്താന്റെ വായിലേക്ക് വിഴുങ്ങപ്പെടേണ്ട സ്ഥലത്ത് അവന്റെ ആ സിംഹത്തിന്റെ വായിക്കടിച്ചവൻ മറ്റാരുമല്ല, ആത്മമണ്ഡലത്തിൽ യേശു ക്രിസ്തു അവന്റെ വായിക്ക് അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും 1000 വർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു സിംഹമാകുന്ന പിശാചിന്റെ വായിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു രക്ഷയുമില്ലാതെ അവിടെ ഇരുന്നു കൊണ്ടിങ്ങനെ ഞരങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കാം. എത്ര കണ്ണ് മുളപ്പിച്ചാലും എത്ര കൈകാലിട്ട് അടിച്ചാലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവുമില്ല. ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, 2 കാലോ 1 കാതോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആത്മീയ വ്യാഖ്യാനം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ദൈവവൈതൽ സാത്താനാകുന്ന പിശാചിന്റെ വായിൽ അകപ്പെട്ടു പോയാൽ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് 2 കാല് വേണം. 2 കാല് എന്തിനാണ് കുറിക്കുന്നത്? പ്രാർത്ഥിക്കാൻ, മുട്ടുമടക്കാനുള്ള 2 കാലുകൾ നിങ്ങൾക്കുള്ള കാലത്തോളം പിശാചിന് നിങ്ങളെ വിഴുങ്ങിക്കളയാൻ കഴിയത്തില്ല. ഉപവസിക്കുന്ന ദൈവവൈതലേ, മുട്ടിൽ നിൽക്കുന്ന ദൈവവൈതലേ, നിരന്തരം പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, യെരൂശലേമിന് നേരെ 3 നേരവും പ്രാർത്ഥിക്കാനായി കിളിവാതിൽ തുറക്കുന്ന ദാനിയേലേ, നീ സിംഹത്തിന്റെ വായിൽ പോകേണ്ടി വന്നേക്കാം. എന്നാൽ സിംഹത്തിന്റെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നത് മറ്റൊന്നുമല്ല, യെരൂശലേമിന് നേരെ മുഴങ്കാലുകളെ മടക്കി നീ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കൊണ്ട് നിനക്കൊരു വിടുതലുണ്ട്, ജയമുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ മുഴങ്കാലുകളിൽ നിൽക്കുക. അപവാദം പറഞ്ഞും കൊണ്ട് സാത്താൻ അവിടെ നടക്കുമ്പോൾ നീ മുഴങ്കാലിൽ നിൽക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ആൺപൈതലിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ പെൺകുഞ്ഞിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ജോലിയില്ലാത്ത ആ യൗവനക്കാരന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിന് നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ഒരു കാത് വേണം. എന്താണ് കാതിനെ കുറിക്കുന്നത്? മറ്റൊന്നുമല്ല, മുഴങ്കാലുകളിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാത് ദൈവ ശബ്ദം കേൾക്കുവാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിശാചിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ഒരു കാതോ 2 കാലോ മാത്രം ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഇതാ സിംഹം വിഴുങ്ങിക്കളയുമ്പോൾ അവിടെ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഇതാ നല്ല ഇടയൻ ഇറങ്ങി വരും. ദാവീദിന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ സിംഹം വരുന്നത് അവൻ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്നവനായ സാത്താൻ വരുന്നത്, നമ്മുടെ നേരെ വരുന്നത്, ആടുകളുടെ നേരെ വരുന്നത് കാണുന്ന ഒരു നല്ല ഇടയനുണ്ട്. അവൻ മറ്റാരുമല്ല, എന്റെ കർത്താവാകുന്ന നല്ല ശ്രേഷ്ഠ ഇടയനാണ്, വലിയ ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനാണ്. ആ ഇടയനുള്ള കാലത്തോളം നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. സാത്താൻ വിഴുങ്ങാൻ ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ഊടാടി നടക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറയുന്നു, സിംഹത്തിന്റെ വായിക്കടിക്കുവാൻ ഒരു നല്ല ഇടയൻ ഇറങ്ങി വരുന്നു. അവൻ സിംഹത്തെ കണ്ടു എന്ന് മാത്രമല്ല, 2 ആട്ടിൻകുട്ടിയെ പിടിക്കുന്നത് അറിയുന്ന ഇടയനാണ് നല്ല ഇടയൻ. പലപ്പോഴും ഇടയന്മാരാകുന്ന ദൈവത്തിന്റെ ദാസന്മാരാകുന്ന നാം ഉറങ്ങിപ്പോയാൽ ആടുകളെ സാത്താൻ പിടിച്ചുകൊണ്ട് പോകുന്നത്, അഥവാ സിംഹം വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് അറിയുകയില്ല.
അല്ലയോ ദൈവദാസനെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ സഭയിലെ ഒരാടിനെ പിശാച് ആക്രമിച്ച് അവന്റെ വായിലാക്കുന്നു എന്ന് കാണുമ്പോൾ ആത്മാവിൽ ആ ശക്തിയോട് പോരാടുവാൻ ദൈവ നാളുകൾ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ആ ഹോള് തുറന്നിട്ട് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവല്ല, നിങ്ങളുടെ ഉപവാസം വൃഥാവല്ല. ആത്മാവിലെ പൈശാചിക ശക്തികളോട്, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളോട് ആത്മാവിൽ പോരാടി അങ്ങനെയുള്ളവരെ വിടുവിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, അതിനെ ഹല്ലേലൂയ അറിഞ്ഞു, അതിനെ പിടിക്കുന്നത് അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. മൂന്നാമതായിട്ട് നമ്മൾ 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെ പിന്തുടർന്നു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല ഇടയനാകുന്ന യേശുക്രിസ്തു എന്താണ് ചെയ്തത്? സാത്താനാകുന്ന പിശാച് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഇങ്ങനെ വിഴുങ്ങിക്കളയാനായി തുടങ്ങുമ്പോൾ അവനെ പിന്തുടർന്ന് അടിച്ചതും അവനെ കീഴ്പ്പെടുത്തിയതും പരാജയപ്പെടുത്തിയതും ഒരാൾ മാത്രമേ ലോക ചരിത്രത്തിലുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഒന്ന്, ആമേൻ, ആ സിംഹം വരുന്നത് കണ്ടു. 2, അതിനെ പിടിച്ചത്, ആട്ടിൻകുട്ടിയെ പിടിച്ചത് അറിഞ്ഞു. 3, നല്ല ഇടയന്റെ ഒരു പ്രത്യേകത, അതിനെ പിന്തുടർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 4, ദാവീദിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, അതിനെ അടിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. സിംഹം വരുന്നത് കണ്ടപ്പോൾ, കരടി വരുന്നത് കണ്ടപ്പോൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല, പിന്നെയോ ആ സിംഹത്തെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചെടുക്കാൻ വേണ്ടി അതിനെ അടിക്കുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ നിങ്ങളോട് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിൽ പൈശാചിക ശക്തികൾ നമ്മളെ പിന്തുടരുമ്പോൾ, നമ്മളെ വിഴുങ്ങിക്കളയുവാനായി, ആടുകളാകുന്ന നമ്മളെ വിഴുങ്ങിക്കളയാനായി സാത്താൻ പരിശ്രമിക്കുമ്പോൾ ദൈവം, ഹല്ലേലൂയ, നല്ല ഇടയനാകുന്ന യേശുക്രിസ്തുവിനെ അയക്കുന്നു. മാത്രമല്ല, ഹല്ലേലൂയ, തിരുവചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു, അവരുടെ അടുത്തതായിട്ട് കാണാൻ കഴിയുന്നു, ആട്ടിൻകുട്ടിയെ അവന്റെ വായിൽ നിന്ന് വിടുവിച്ചെടുത്തു എന്നാണ് കാണാൻ കഴിയുന്നത്. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, മറ്റൊന്നുമല്ല, ആ സിംഹം വായിൽ നിന്ന് ആട്ടിൻകുട്ടി വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്തതായി സിംഹം എന്താണ് ചെയ്യുന്നത്? സിംഹത്തിനൊരു ഇര വേണം. അതായത് അതിന്റെ വായിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ വലിച്ചെടുത്താൽ ആ സിംഹം ആ വലിച്ചെടുക്കുന്ന ആളിന്റെ നേരെ തിരിയുവാനായിത്തീരും. അങ്ങനെയാണെങ്കിൽ നാം ഓർക്കേണ്ട, നാം പഠിച്ചിരിക്കേണ്ട, നാം ഈ ഭാഗത്ത് നിന്ന് വളരെ ശ്രദ്ധേയമായി ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്, മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, മാനവ ജാതിയെ മുഴുവൻ സാത്താന്റെ വായിൽ നിന്ന് കർത്താവ് വലിച്ചെടുത്തപ്പോൾ എന്താണ് ചെയ്തത്? സാത്താൻ ഇതാ, ഹല്ലേലൂയ, പിശാചിതാ യേശുക്രിസ്തുവിന്റെ നേരെ ചെല്ലുകയാണ്. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, യേശുക്രിസ്തുവിന്റെ നേരെ ആരെല്ലാം വന്നു? ഹല്ലേലൂയ, ഭൗതിക മണ്ഡലത്തിൽ ആമേൻ മഹാപുരോഹിതന്മാരും പീലാത്തോസും യഹൂദന്മാരും ആമേൻ എല്ലാം ഈ ലോകത്തിൽ ആമേൻ കാര്യങ്ങളെ ക്രമീകരിച്ച് അവനെ ക്രൂശിക്കാൻ തുടങ്ങുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം നടന്നു. എന്താണെന്ന് നമുക്കറിയാം. ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി ചെന്നിരിക്കുമ്പോൾ യേശുക്രിസ്തു ആമേൻ ആ കർത്താവിനെ ഹല്ലേലൂയ സംരക്ഷിക്കാനായി പത്രോസ് വാളൂരി വെട്ടുമ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പത്രോസ് വാളുറയിലിടുക. ഹല്ലേലൂയ, ആമേൻ. ഇപ്പോൾ തന്നെ ഒരു 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ നമുക്ക് കാവൽ നിർത്താനായിട്ട് എനിക്ക് അപേക്ഷിച്ചുകൂടാന്നുണ്ടോ? എന്താണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം? ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു വലിയ സംഘടനത്തിന് അഥവാ യുദ്ധത്തിന് മുന്നോടിയായി യേശു പറയുന്നു, ഹല്ലേലൂയ, 12 ലഗ്യോനിലും അധികം ആളുകൾ, ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്ന് യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കാൻ ഒരു വിഷമമില്ല. എന്നാൽ
പ്രിയമുള്ളവര്, കർത്താവ് ആത്മമണ്ഡലത്തിൽ ഹല്ലേലൂയ ഏകദേശം 12 ഒരു ലഗ്യം എന്ന് പറയുമ്പോൾ 6000 ഏകദേശം 70,000 ആമേൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആത്മമണ്ഡലത്തിൽ അങ്ങനെയുള്ള പൈശാചിക ശക്തികളുടെ ബഹുത്വം കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. പൈശാചിക ലോകം മുഴുവൻ തന്നെ നേരെ തിരിഞ്ഞിരിക്കുമ്പോൾ, പാതാള സേനകൾ മുഴുവൻ ഇളകിയിരിക്കുമ്പോൾ, ബാശാൻ കൂറ്റങ്ങൾ എന്നെ വളഞ്ഞു, ബുഭുഷ്കയോടെ അലറുന്ന സിംഹം പോലെ, ആമേൻ, എന്നെ കടിച്ചു കീറുവാൻ കൊതിക്കുന്ന ബാലസിംഹം പോലെ എന്നൊക്കെ സങ്കീർത്തന ഭാഗങ്ങളിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇത് ആത്മമണ്ഡലത്തിൽ സംഭവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് വിടുവിച്ച് എടുക്കുവാൻ നമുക്ക് വേണ്ടി വന്ന ഒരുവനേ ഉള്ളൂ. അവൻ മറ്റാരുമല്ല, യേശു ക്രിസ്തു വന്ന നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടിയുണ്ട്. നമുക്ക് അവനെ പിന്തുടരാം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന ആമേൻ നല്ല ഇടയന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. ജീവനെ കൊടുക്കാൻ മനസ്സുള്ള ഇടയൻ, ആ ജീവനെ കൊടുക്കാൻ മനസ്സുള്ള ഇടയൻ വന്ന് എന്ത് ചെയ്യുന്നു? സിംഹം വരുന്നത് അറിയും. മാത്രമല്ല അതിനെ ആമേൻ ഹല്ലേലൂയ ആട്ടിൻകുട്ടിയെ പിടിക്കുന്നത് അവൻ കാണും. മാത്രമല്ല അതിന്റെ പിന്നാലെ ചെല്ലും, അതിനെ അടിക്കും, അതിന്റെ വായിൽ നിന്ന് വിടുവിക്കും. അത് മാത്രമല്ല അത് അവന്റെ നേരെ ചെന്നപ്പോൾ ഹല്ലേലൂയ തിരുവചനം പറയുന്നു, അവൻ അതിനെ കീറിക്കളഞ്ഞു. സാത്താന്യ ലോകം, പൈശാചിക ലോകം വിചാരിച്ചു യേശുക്രിസ്തുവിനെ 3 ദിവസം കല്ലറയിൽ ഒരുക്കി വെച്ചപ്പോൾ തീർന്നു എന്ന് വിചാരിച്ചു. ഇല്ല, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചും കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ നല്ല ഇടയന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.